എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് നല്ല ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്നാണ് പൊന്നു ഓൾറെഡി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ചതുരപ്പയർ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പറിക്കാനാണ്. നമ്മുടെ കൊട്ട കുറച്ച് ദിവസമായിട്ടോ പറിച്ചിട്ട്. അപ്പോൾ കുറേയൊക്കെ മൂത്ത് പോയതൊക്കെയുണ്ട്. മൂത്ത് പോയതൊന്നും പറിക്കണില്ല. അത് നമുക്ക് വിത്തിനെടുക്കാം. ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാമല്ലോ. പൊന്നു എങ്ങോട്ടാ പോയേ? നല്ല ചെമ്മീനൊക്കെ വിട്ട്, ചെമ്മീനും മീനൊക്കെ ഇട്ട് വെക്കാൻ നല്ല കേട്ടോ ചതുരപ്പയറ്. പൊന്നു ടാപ്പ് നിർത്തിക്കേ. എന്തിനാ വെള്ളം എടുക്കാൻ പോയാ നേരത്തെ? പൊന്നെന്തിനാ വെള്ളം എടുക്കാൻ പോയാ നേരത്തെ? ഏത് കണ്ടോ? അയ്യോ, ഇപ്പം ഈ വെയിലുള്ളതുകൊണ്ട് ഇഷ്ടമാതിരി ഞാൻ നനയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമാതിരി പൊട്ടി പൊടിച്ച് കയറിയും എൻ്റെ നന്നായിട്ട് ഇതുണ്ട്. പൂവൊക്കെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞതായിട്ട് ഇതങ്ങനെ ഉണ്ടായത് അങ്ങനെ പൊഴിഞ്ഞു പോയി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു കടയുണ്ടെങ്കിൽ കൊച്ചിന് പറിക്കാൻ പറ്റുന്നില്ലേ? കൊച്ചിനെ പറിപ്പിക്കാം. ഇത് മൂത്ത് പോയതാ. ഇതങ്ങനെ പെട്ടെന്ന് നമ്മുടെ പയറൊക്കെ പോകും കൂട്ട് അങ്ങനെ പോവില്ല. ഒരു കടയുണ്ടെങ്കിൽ ഇപ്പം ഇത് ഞാൻ ഇതിൻ്റെ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടോ. എന്നാലും വീണ്ടും ഇഷ്ടമാതിരി ഉണ്ടായി വന്നോളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കടയൊക്കെ എവിടെന്നെങ്കിലും വിത്തൊക്കെ കിട്ടിയാൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല കേട്ടോ. നോക്കിയിട്ട് അമ്മ അവിടെ നോക്കട്ടെ. പക്ഷേ ഇത് പറിക്കേ. കൊട്ടയിലിട്ട് അമ്മ നോക്കട്ടെ ഇനി എവിടെയാ ഉള്ളത്. ഇതത് നോക്കിക്കേ. ഇതേ കിടക്കണം കണ്ടോ. നമ്മുടെ തക്കാളിയൊക്കെ വീണ്ടും പൊട്ടിപ്പൊടിച്ച് കയറി. ഞാൻ പറിച്ച് കളയണമെന്ന് ഓർത്താണ്. പക്ഷെ ഇത് വീണ്ടും പൊട്ടിപ്പൊടിച്ച് കയറി ഇഷ്ടമാതിരി തക്കാളിക്ക് കായ്ക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറിച്ച് കളയണില്ല. തക്കാളിക്ക് കിട്ടിയോ? ഞാനിപ്പോൾ തോരനൊക്കെ സ്ഥിരം പറിക്കാറുണ്ട്. എന്നാലും ഇഷ്ടമാതിരി ഇപ്പം നല്ല വെയിലും ഇവിടെ നിന്ന് ചോലയൊക്കെ പോയിപ്പോൾ നല്ല വെയിലായേ. അപ്പം അതുകൊണ്ട് വെയിൽ കൊണ്ട് പിന്നെ ഞാൻ വെള്ളം നനച്ചും കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കായ്ക്കണേ. ഇനി നമ്മുടെ ചതുരപ്പയർ മേളിൽ കിടക്കണ്ടേ. അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. അയ്യോ, തക്കാളിക്ക് പറിക്കല്ലേ മോനെ, അത് വലിയതാവണതാ. അപ്പോൾ പറിച്ച് കളയല്ലേ വെറുതെ കേട്ടോ. ഇതാണ് നമ്മുടെ വാർക്കപ്പൊക്കത്തിലേക്ക് ഒരു തണ്ട് കയറി വന്നിട്ട് അതും കൂടെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് കൊട്ട കൊണ്ടിട്ടേ. അതമ്മ അപ്പുറത്തുനിന്ന് പറിക്കണം. ഇത് കൊണ്ടുപോയിട്ടേടാ. കൊട്ടയെ കൊണ്ടുപോയിട്ടെ. വാർക്കപ്പൊക്കത്തിൽ പോയി അങ്ങനെ പറിക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കോവയ്ക്ക് 1-2 എണ്ണമൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഒരു കറിക്കൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോവാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെന്നപ്പോൾ ഇഷ്ടമാതിരി കോവയ്ക്ക കിടക്കണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമാതിരി എന്ന് പറഞ്ഞാൽ ഒരു കറിക്കൊക്കെ ഉള്ളത് കിട്ടി കേട്ടോ. അപ്പം ഞാൻ അത് പറിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഈ കാണണേ ഞാൻ ശ്രദ്ധിച്ചൊക്കെ നിൽക്കണേ. ഇങ്ങനെ കണ്ടാൽ ചേട്ടായി വഴുക്ക് കുറയും കേട്ടോ. ഇങ്ങനെ ഇത് പറിക്കണം കേട്ടോ. ഈ പറിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചതുരപ്പയർ പറിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ ഇഷ്ടമാതിരി ചതുരപ്പയർ മൂത്ത് പോയതുണ്ടായിരുന്നേ. മൂത്ത് പോയതൊന്നും ഞാൻ പറിച്ചില്ല. അതൊക്കെ വിത്തിനെടുക്കുവാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ. അതിന് വേണ്ടി ഞാൻ അവിടെ തന്നെ ഇട്ടേക്കുവാണേ. മക്കൾക്ക് ചതുരപ്പയറിനോട് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മൂക്കാത്തതങ്ങ് പിഞ്ചങ്ങ് പറിച്ചെടുത്തോളൂ. പക്ഷേ കോവയ്ക്കും എല്ലാം ഞാൻ തപ്പി പറക്കി എടുത്തു കേട്ടോ. ഇത്തിരി മൂത്താണെങ്കിലും അതങ്ങ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ എഡ്വിനും പൊന്നൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറൊക്കെ അതുകൊണ്ട് കഴിച്ചോളും. അപ്പോൾ അതെല്ലാം കോവയ്ക്കെല്ലാം ഓരെണ്ണം പോലും ഇടാണ്ട് നന്നായിട്ട് പറിച്ചെടുത്ത്.
എന്താ കണ്ട പയറും കിട്ടി. കോവയ്ക്ക ഒരു തോരനുള്ളതായിട്ടോ. നമ്മുടെ കൊട്ടയൊക്കെ ആയിട്ട് പൊന്നൂസ വന്നെ. ഇറങ്ങൂല്ലേ? നന്നായി ഇങ്ങനെ പിടിച്ചോ, ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇറങ്ങിപ്പോരെ. ഇത്രയും കിട്ടി, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. എന്താ പറക്കാണ് അത് വലിച്ചു പൊട്ടിക്കല്ലേ മോനെ. ഇത് നമുക്കിത് മൊത്തം പറിച്ചില്ലെങ്കിലേ അതിന്റെ പാകം ഒരുമാതിരി പറിക്കണ പാകം അങ്ങ് കഴിയാറായി. അപ്പൊ ഒരുമിച്ച് ഞാൻ പറിച്ചു പോയില്ലെങ്കിൽ അതങ്ങ് മൂത്ത് പോയി. അവിടുന്ന് പറിക്കാൻ പറ്റില്ല. മോനവിടുന്ന് പറിക്കാൻ പറ്റില്ല. കണ്ടോ അവിടെ ഒക്കെ കിടക്കണ്ടേ, അതൊക്കെ മൂത്ത് പോയതാ. ഇതൊക്കെ മൂത്ത് പോയതാണ്. കണ്ടോ നമ്മുടെ തക്കാളിക്ക് നമ്മൾ പറിച്ച് കളയാനിരുന്ന തക്കാളിയായിരുന്നേ. അതിലൊക്കെ ഇഷ്ടമാതിരി തക്കാളിക്ക ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് ഞാൻ പിന്നെ അങ്ങ് പറിച്ച് കളഞ്ഞില്ല. കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ കയറി വന്നേ. ഇതൊക്കെ തക്കാളിക്കാണേ. ഇത് വേറെ ഒന്നും അങ്ങനെ പോയില്ല കേട്ടോ. ആ മഴ പെയ്തപ്പോൾ ഒന്ന് പൊട്ടിപ്പൊടിച്ച് കയറി വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ തക്കാളി കിടക്കുന്നുണ്ട്. 2 വഴുതനങ്ങയും കൂടെ ഉണ്ട് മൂപ്പായി കിടക്കുന്നത്. അപ്പം അതും കൂടെ ഇങ്ങനെ പറിച്ചെടുക്കാം. എല്ലാം കൂടെ പറിച്ചിട്ട് നമുക്ക് വേണ്ടാത്ത മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും ചെയ്യാമല്ലോ. വെറുതെ ഇവിടെ നിന്ന് കളയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ വിത്താട്ടോ, ചതുരപ്പയറിൻ്റെ വിത്ത്. 2 വഴുതനങ്ങയൊക്കെ പറിക്കുവാണെങ്കിൽ മക്കൾക്കിഷ്ടം. ചതുരപ്പയറിൻ്റെ വിത്ത്. എന്നാ പൊന്നു ഇത് കൊട്ടയിലിട്ടേടാ. അവിടെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ഉണ്ട വഴുതന. കണ്ട ഇത് നീളത്തിലുള്ളതാണ്. അപ്പം ഞങ്ങളിന്നത് ചതുരപ്പയറായിട്ടും കോവയ്ക്കയായിട്ടും തക്കാളി വഴുതനങ്ങ എല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിനുള്ളതായി. പിന്നെ മറ്റുള്ളവർക്കും കൊടുക്കാമല്ലോ, ഇല്ലാത്തവർക്കും കൊടുക്കാമല്ലോ ആവശ്യത്തിനെടുത്തിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള വിളവെടുപ്പൊക്കെ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. സപ്പോർട്ട് ചെയ്യട്ടെ, നമ്മളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നല്ല ഓക്കെ.